എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ച് വചനത്തിൽ നിന്ന് ശ്രവിക്കാം. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമിലെ യഹൂദ വിജാതീയ ക്രിസ്ത്യാനികളെ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. ഈ വാക്യത്തിനു മുമ്പ് പാപവും നിയമവുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് ചർച്ച ചെയ്യുന്നു. നന്മ ചെയ്യാനുള്ള ആഗ്രഹവും തൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ആന്തരിക സംഘർഷം പ്രകടിപ്പിക്കുന്നു. പാപത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് ക്രിസ്തുവിലുള്ള രക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉറപ്പിലേക്കുള്ള മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ അധ്യായം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ കുറ്റബോധത്തിൽ നിന്നും പാപവുമായി ബന്ധപ്പെട്ട ശിക്ഷയിൽ നിന്നും മുക്തരാണെന്നും കുറ്റം വിധിക്കേണ്ടതില്ലെന്നും നമുക്ക് ഈ വാക്യം ഉറപ്പു നൽകുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഇത് ഒരു പൊതു വാഗ്ദാനമല്ല, മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. കുറ്റവാളികൾ വിധി പ്രസ്താവിക്കുന്ന ഒരു കോടതിമുറി ക്രമീകരണം അപവാദം എന്ന ആശയം ഉണർത്തുന്നു. എന്നാൽ ക്രിസ്തുവിൽ നാം കുറ്റക്കാരല്ല. ഈ വാക്യം നിയമത്തിൻ്റെ കീഴിലുള്ള ശിക്ഷാവിധിയെ ക്രിസ്തുവിലൂടെ അർപ്പിക്കുന്ന കൃപയുമായി താരതമ്യം ചെയ്യുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയെ എടുത്തു കാണിക്കുന്നു. ഭൂതകാല പരാജയങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ക്രിസ്തുവിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വേരൂന്നിയതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വത്വം സ്വീകരിക്കണം. ശക്തിക്കും മാർഗനിർദ്ദേശത്തിനുമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കണം. നമുക്ക് ശിക്ഷാവിധി ലഭിച്ചിട്ടില്ലാത്തതുപോലെ മറ്റുള്ളവർക്ക് കൃപ നൽകി നമ്മുടെ ബന്ധങ്ങളിൽ കൃപയും ക്ഷമയും ശീലിക്കണം. സ്നേഹപിതാവേ, ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്താൽ സ്വാതന്ത്ര്യവും ഉറപ്പും കണ്ടെത്തി ക്രിസ്തുവിൽ പുതിയ വ്യക്തിത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.